അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ്. നിനക്ക് ടെൻഷൻ ഉണ്ടോ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ ടെൻഷൻ അനുഭവപ്പെടാറുണ്ടോ? അതായത് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ദിവസം തള്ളി നീക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. അതായത് ഇനി പറയാൻ പോകുന്ന ഈ ഒരു ദിക്റിനെ ചൊല്ലിയാൽ നീ ഏത് കാര്യത്തിനാണോ ടെൻഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തെ അള്ളാഹു ഹൈറാക്കി തരുമെന്നാണ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൊല്ലിയവർക്ക് അത്യധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്റാണ്. ആ ദിക്റ് നമ്മൾ ചൊല്ലി കഴിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ടെൻഷൻ ഇല്ലാതാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തീർച്ചയായിട്ടും അത് വിശ്വസിച്ചേ മതിയാകൂ. കാരണം നമ്മൾ എന്ത് കാര്യത്തിലാണോ ടെൻഷൻ അനുഭവിക്കുന്നത്, നമുക്ക് ടെൻഷൻ അനുഭവിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ദിവസവും നമുക്ക് ഓരോ ടെൻഷനാണ്. മക്കളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിൽ, അല്ലെങ്കിൽ വീട് വെക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ കടത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാട് മനസ്സിലിട്ട് അലട്ടുന്ന കാര്യങ്ങൾ. അങ്ങനെ ടെൻഷൻ എന്ന് പറയുന്ന ടെൻഷൻ ഇല്ലാത്ത ആളുകൾ ഒരാളും തന്നെ ഉണ്ടാവില്ല. ആ ടെൻഷനുള്ള വഴി നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചില കാര്യങ്ങൾ ചെയ്യാം, ഇങ്ങനെയും ചില ദിക്റുകൾ ചൊല്ലാം. ചൊല്ലിയാൽ ആ കാര്യം, അതായത് എന്താണോ അത് ഹൈറാക്കി തരും ഇൻഷാ അല്ലാഹ്. അപ്പോ ദിക്ർ ഏതാണ്? ഞാൻ പറഞ്ഞു വന്ന ദിക്ർ ഇതാണ്: അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഇൻ. അതായത് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഇൻ അതിമഹത്തായ ഒരു വാചകത്തിൽ ഒതുങ്ങുന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചൊല്ലാം. ഇതിങ്ങനെ ഫോണിലൂടെയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കുകയോ വേണ്ട. കാരണം നമ്മൾ എപ്പോഴാണോ ടെൻഷൻ നമുക്ക് അല്ലാഹു തരുന്നത് ആ സമയത്ത് നമ്മളിത് ചൊല്ലുകയാണെങ്കിൽ, ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം അറിയിച്ചു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, ഈമാൻ തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഇനി അതല്ല, കമന്റിൽ ഒന്നും തന്നെ അറിയിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒരു സലാമെങ്കിലും അറിയിക്കുക. ഇതൊക്കെ മുൻപ് വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പേർ അത് ഒന്നും കാര്യമാക്കാതെ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഒരു സലാമെങ്കിലും അറിയിക്കുക, ഞാനത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ചെയ്യുന്നതിലൂടെ, അതായത് ഞാനൊരു അറിവ് പകർന്നു തരുന്നതിലൂടെ നിങ്ങൾ അത് കാണുകയാണെങ്കിൽ അതിൻ്റെ ഉള്ള നേട്ടം എനിക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കും ഒരു എന്താ പറയുക, ഒരു നേട്ടം തന്നെയാണ്, ഒരു സ്വതക്കയാണ്. അതുപോലെ നിങ്ങൾ കാണുമ്പോൾ ആ ഒരു ഗുണം എനിക്കാണ് കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോസ് എല്ലാം കാണുവാനും നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ പകർത്തുവാനും പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ദിക്റുകൾ അത് പഠിക്കുവാനും, ഈ ദിക്റുകളൊക്കെ പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത് ജീവിതത്തിൽ ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഹൈറ് തരാനും അതുപോലെ നമ്മുടെ ജീവിതം ഹൈറാക്കി മാറ്റുവാനും വേണ്ടിയിട്ടുള്ള ദിക്റുകളും ദുആകളും സ്വലാത്തുകളുമാണ്. നമ്മൾ ആഖിറം ദുനിയാവ് ജീവിതം മാത്രം നമുക്ക് അത് മാത്രമല്ല, ആഖിറം ജീവിതവും ഉണ്ട്. നമ്മുടെ ദുനിയാവ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ടെൻഷനും വിഷമവും വേദനയും പ്രയാസവും കടവും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുമ്പോഴും നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ, നമ്മുടെ നിസ്കാരവും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ മാറ്റി വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ അലഞ്ഞു നടക്കാറുണ്ട്. കാരണം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ അറിയില്ല. കാരണം ഇത് ചെയ്താൽ ഇത് ഇന്നതാകുമോ എന്നുള്ളത്. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. പടച്ചവനിലോട്ട് അടുക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അള്ളാഹു അതിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ എല്ലാവരും ഈ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിസ്കാരം ഒഴിവാക്കാതിരിക്കുക, നിസ്കരിക്കുക, ദിക്റുകൾ ചൊല്ലുക, അതുപോലെ ദുആ ചെയ്യുക. ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന നിരാശ വേണ്ട. തീർച്ചയായിട്ടും ദുആ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്ന ഒരു സ്വതക്കയാണ്, അത് പാഴാക്കാതിരിക്കുക. തീർച്ചയായിട്ടും പുതിയ ഒരു അറിവുമായിട്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.